മിസ്സിന്റെ മക്കളെല്ലാവരും എന്നോട് കഴിഞ്ഞ ആഴ്ച ഞാൻ ടോപ്പേഴ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ ആ ഒരു വീഡിയോ വന്ന സമയത്ത് എല്ലാവരും കമന്റ് ബോക്സ് ചോദിച്ചു, മിസ്സേ സ്കൂള് തുറന്നല്ലോ, അപ്പോൾ വർക്കിംഗ് ഡേയിലുള്ള ടൈം ടേബിളും കൂടി തരുമോ? നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ശ്രുതി മിസ് ചെയ്യാതിരിക്കോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വർക്കിംഗ് ഡേ ടൈം ടേബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മിസ്സിനെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് തരുമോ? ഒരു റെഡ് ഹാർട്ട് അല്ലെങ്കിൽ മിസ്സിന്റെ ഇമോജി എന്തെങ്കിലും ഒന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കത് എങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ മിസ് ആദ്യമേ പറയാണ്, നിങ്ങളെല്ലാവരുടെയും ടൈം സ്കെഡ്യൂൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ചിലർക്ക് 8 മണിക്ക് സ്കൂൾ തുടങ്ങുന്നവരുണ്ടാവും, ചിലർക്ക് 9 മണിക്ക് സ്കൂൾ തുടങ്ങുന്നവരുണ്ടാവും. പല സ്കൂളിൽ ചിലപ്പോൾ പല രീതിയിലായും പ്രൈവറ്റ് സ്കൂൾ, ഗവൺമെൻറ് സ്കൂളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മിസ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞു തരുന്നത്. അത് ഓരോരുത്തർക്കും നിങ്ങൾക്ക് മാറ്റേണ്ടതായ രീതിക്ക് അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ജനറൽ ടൈം ടേബിൾ ആണ് മിസ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 6 മണിക്കാണ് വെച്ചത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഒരു 5:30 ആക്കിയിട്ട് കൂട്ടുക. ഓക്കെ, അപ്പോൾ 6 മണിക്ക് എണീക്കുക. 6 to 6:30 നിങ്ങളൊന്ന് വേക്കപ്പ് ഒക്കെ ആയി, ഒന്ന് ഫ്രഷനപ്പ് ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് മോക്കൊക്കെ കഴുകി അല്ലേ സെറ്റായിട്ട് 6:30 to 7 മണി എക്സസൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിറ്റ്നസ് നമ്മളെ ഒരു ഭാഗമാക്കി മാറ്റുക. നമ്മൾ മെലിഞ്ഞിരിക്കുക, തടിച്ചിരിക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ബോഡീനെ എപ്പോഴും ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കുക. നമ്മൾ കുറച്ച് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് അനങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി വെക്കുക. ഓക്കെ, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി 7 to 7:30 AM നമ്മൾ കുളിച്ച് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. ഓക്കെ, ദെൻ 7:30 to 8:30 ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ തലേ ദിവസം പഠിച്ച കാര്യങ്ങളും ഇന്ന് സ്കൂളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഒരു ക്വിക്ക് റിവിഷൻ. ഇനി 8:30 to 4 PM നിങ്ങൾക്ക് സ്കൂളിൻ്റെ ടൈമാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. തൽക്കാലം വെച്ചതാണ്. ചിലപ്പോൾ 4:30 വരെ ഉള്ളവരുണ്ടാവും, 5 മണി വരെ ഉള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ടൈം ടേബിൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. രാവിലെ കൂടുതൽ സമയം പഠിക്കാനായിട്ടോ അങ്ങനെ നിങ്ങളെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ 4:30 to 5:30 റിലാക്സ് ടൈം. വന്ന് ഒരു 1 hour നിങ്ങൾ ഫോൺ നോക്കി എങ്ങനെ നിങ്ങളുടെ വീട്ടുകാർ അച്ഛനും അമ്മയും പറയുന്ന പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇനി ശ്രുതി മിസ് പറഞ്ഞു ഫോൺ നോക്കാന്ന് പറഞ്ഞാൽ അച്ഛനമ്മയോട് പോയി പറയരുത്. ഓക്കെ, ദെൻ 5:30 PM to 7:30 PM നിങ്ങളുടെ സെൽഫ് സ്റ്റഡി, അന്ന് എടുത്ത കാര്യങ്ങൾ. ഓക്കെ, അത് നമ്മൾ അന്നന്ന് എടുത്ത ചാപ്റ്റേഴ്സ് അന്നന്ന് തന്നെ പഠിക്കുക. ദെൻ ഹോംവർക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ അതിനായിട്ട് മാറ്റി വെക്കുക. ദെൻ കറക്റ്റ് 7:30 to 8:30 ആണ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അത് കാണുക. ദെൻ 8:30 to 9 PM ഡിന്നർ ആൻഡ് റിലാക്സ്. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുക. ദെൻ 9 to 10:30 വീണ്ടും എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് റിവിഷൻ. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കമൊക്കെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ലൈറ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ, അതായത് കുറച്ച് നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഉറക്കം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, റെഡി? അപ്പോൾ ലൈറ്റ് റിവിഷൻ ചെയ്യുക ആൻഡ് പ്രിപ്പയർ ഫോർ ദി നെക്സ്റ്റ് ഡേ. നാളത്തേക്കുള്ള ബുക്കൊക്കെ എടുത്ത് വയ്ക്കുക, ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് എടുത്ത് വയ്ക്കുക, ബാക്കി എന്തെങ്കിലും കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. അങ്ങനെ ഒന്ന് പ്രിപ്പയർഡ് ആവുക അടുത്ത ദിവസത്തേക്ക്. ദെൻ 10:30 PM സ്ലീപ്പ്. അപ്പം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ 10:30 ഒക്കെ മാറ്റി 11-11:30 വരെയൊക്കെ ആക്കാം കേട്ടോ, SLC ഒക്കെ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങളതായ രീതിയിൽ മാറ്റം വരുത്താം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മിസ്സിന് ഒരു കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ എന്താ പറയുക, ഫോളോ ചെയ്യും, നിങ്ങൾ ട്രൈ ചെയ്യും എന്നാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോമിസ് ഒന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം.